നമസ്കാരം. ഇന്നിവിടെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് ഒരുപക്ഷെ ഒരു പുതിയ കൺസെപ്റ്റിലൂടെ ഡെവലപ്പ് ചെയ്ത, അതായത് ഇൻഡസ്ട്രിയൽ കമാൻഡോസ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ലീഡർഷിപ്പ് സ്കില്ലുള്ള യങ്സ്റ്റേഴ്സിനെ സെലക്ട് ചെയ്ത് അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത് ഒരു ഡിഫൻസിൽ കമാൻഡോസിനെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്സിൽ ഏത് പ്രോജക്റ്റും ഇൻഡിപെൻഡൻ്റായിട്ട് ഡിസൈഡ് ചെയ്ത് അത് റിസൾട്ടുമായി വരുന്നതിന് വേണ്ടി പ്രാപ്തരാക്കുന്നതാണ് ഈ ഇൻഡസ്ട്രിയൽ കമാൻഡോ എന്ന് പറയുന്നൊരു ട്രെയിനിങ്. അതിൻ്റെ ആദ്യത്തെ ബാച്ചുമായിട്ടാണ് ഇന്ന് സംവേദിക്കുന്നത്. ഈ ബാച്ച് 20 തുടങ്ങി 19 അവസാനിച്ചിരിക്കുകയാണ്. ആ 19 പേരാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. 6 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഇവരെല്ലാം ഇൻഡിപെൻഡൻറ്റ് പ്രോജക്ട്സിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ്, ഇൻഡിപെൻഡൻ്റ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുക. അപ്പോൾ ഞങ്ങളിവരെ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ ഏതെങ്കിലുമൊക്കെ പ്രോജക്ട്സിൽ ലീഡർഷിപ്പ് സ്കില്ല് തെളിയിച്ചേക്കുന്നവരെയാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഇത്തവണ ഇവർക്ക് കൊടുത്തേക്കുന്ന അസൈൻമെൻറ്റ്സ് തന്നെ ഇവർ അടുത്ത ബാച്ചിനെ തിരഞ്ഞെടുക്കണം. അതിന് ക്യാമ്പസുകളിലെ ചെയർമാൻസായിട്ട് വന്നവരെയും ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻസ്, ആർട്സ് ക്ലബ് സെക്രട്ടറിമാർ തുടങ്ങി ഇൻഡിപെൻഡൻ്റായിട്ട് ക്യാമ്പസ് ലൈഫിൽ തന്നെ ലീഡർഷിപ്പ് സ്കില്ല് തെളിയിച്ചവരുടെ ഒരു ബാച്ചിനെയാണ് ഇനി ഇവർ വാർത്തെടുക്കേണ്ടത്. അങ്ങനെ ഇവരിലൂടെ കൂടുതൽ ബാച്ചുകൾ ഉണ്ടാകുന്നു. അവർ അടുത്ത ഇൻഡസ്ട്രിയിലെ കൂടുതൽ മേഖലകളിലേക്ക് ചെന്ന് കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് ചെല്ലുന്നു. അതിനനുസരിച്ചിട്ട് ഈവൻ ഈ കമാൻഡോസിൻ്റെ ട്രെയിനിങ്ങിനകത്ത് കുറച്ച് സ്പെസിഫിക് സബ്ജക്ട്സ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. സോ ദാറ്റ് ഇവർ പോകുന്ന ഓർഗനൈസേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് അവരെ ഈ ട്രെയിനിങ് പാക്കേജിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇത് ചെയ്യുന്നത് എയിംറി എന്ന് പറയുന്ന ഏരിയസ് ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഏരിയസ് ഇൻ്റർനാഷണൽ മാരിടൈം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ് ആൻഡ് റിസർച്ച് സ്ഥാപനമുണ്ട്. എയിംറിയുടെ കീഴിലാണ് ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ബാച്ച് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തവരെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കമാൻഡോ പ്രോഗ്രാം ട്രെയിനിങ്ങിലൂടെ സാർ ഉദ്ദേശിക്കുന്ന മിഷൻ ഓർ വിഷൻ എന്താണ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ ഇന്ന് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വി നീഡ് നമുക്ക് ഫ്യൂച്ചർ എത്ര ലീഡേഴ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരു ലീഡറെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലീഡറിൻ്റെ കീഴിൽ ഒരു 10 പേരെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ ഈ ലീഡേഴ്സ്, എവരി വൺ കനോട്ട് ബി എ ലീഡർ. ലീഡേഴ്സിന് കുറച്ച് ക്വാളിറ്റീസ് വേണം. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ സ്പെഷ്യലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പം എഫിസം ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. എഫിസം പലർക്കും അറിയത്തില്ല. എഫിസം ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. അത് ഓരോ ദിവസവും ഇതിൻ്റെ എഫിസം എന്ന് വെച്ചാൽ എഫിഷ്യൻസി ഇംപ്രൂവ്മെൻറ്റ് സിസ്റ്റം മാനേജ്മെൻറ്റ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ എഫിഷ്യൻസി എത്രയാണെന്നുള്ളത് നിങ്ങൾ സ്വയം തിരിച്ചറിയണം. ഇത് ഓരോ ദിവസവും എഫിഷ്യൻസി കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പം അതിന് കുറേ മെത്തേഡ്സ് ഉണ്ട്, കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സിനകത്ത് ഏറ്റവും മെയിൻ കാര്യം എന്ന് വെച്ചാൽ സമയമാണ് എല്ലാം തീരുമാനിക്കുന്നത്. സമയത്തിന് നിങ്ങൾ എത്ര വാല്യൂ കൊടുക്കുന്നു, എത്ര റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, എത്ര സേവ് ചെയ്യുന്നുണ്ട്, ആ ടൈം സേവിങ് ആണ്. അല്ലെങ്കിൽ ആ കുറച്ച് നിങ്ങളുടെ കോമ്പറ്റേറ്റർ 10 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് 5 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ അവിടെയാണ് നിങ്ങളുടെ വിജയം, അതാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. അപ്പം അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ട്രെയിനിങ് കൊടുക്കുന്നത്. അതിനകത്ത് ഇപ്പം പലരുടെയും ഏറ്റവും വലിയ പ്രോബ്ലം ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത് ഫിനിഷേഴ്സ് അല്ല. നല്ലൊരു ഫിനിഷർ എന്ന് പറഞ്ഞവർക്ക് മാത്രമേ നല്ലൊരു പ്രോജക്റ്റ് എഞ്ചിനീയർ ആവാൻ പറ്റത്തുള്ളൂ. ഒരു നല്ല പ്രോജക്റ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഏത് പ്രോജക്റ്റ്, അതൊരു 1 മണിക്കൂറിൻ്റെ പ്രോജക്റ്റ് ആയിക്കോട്ടെ, 1 വർഷത്തെ പ്രോജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് തരുന്ന പ്രോജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിന് ക്ലയൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ക്വാളിറ്റി ഉണ്ട്, ക്ലയൻറ്റ് പറയുന്നൊരു ബജറ്റുണ്ട്, ക്ലയൻറ്റ് പറയുന്നൊരു ടൈം ഫ്രെയിമുണ്ട്. ആ പറഞ്ഞ ടൈം ഫ്രെയിമിനുള്ളിൽ, പറഞ്ഞ ക്വാളിറ്റിയിൽ, പറഞ്ഞ ബജറ്റിൽ, ടു ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എൻഡ് ഓഫ് ദ ഡേ ക്ലയൻറ്റ് സാറ്റിസ്ഫൈ ആണ്. ക്ലയൻറ്റ് സാറ്റിസ്ഫൈ ആവണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങൾ ഓൺ ടൈം ഡെലിവറി, സമയമാണ് അവിടെയും പ്രധാനം. ഓൺ ടൈം ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങൾ കൊടുക്കണം. അപ്പം അതിന് ഉള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദ പ്രോജക്റ്റ് ഡ്യൂറേഷൻ, ഇറ്റ് ക്യാൻ ബി 1 day or 1000 days, but it is an integration of days.
അപ്പോൾ നിങ്ങൾ ആ പ്രോജക്റ്റിനെ ഡിവൈഡ് ചെയ്ത് ഒരു ദിവസം എത്ര ചെയ്യുമെന്ന് തീരുമാനിച്ച് വേണം പോകാനായിട്ട്. ആ ഒരു ദിവസം നിങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞാൽ എവറി ഡേ യു ഹാവ് എ ടാർഗറ്റ്. അത് ഇന്നത്തെ ടാർഗറ്റ് ഇന്ന് തീർത്തിട്ട് പോകണം. ദാറ്റ് ഈസ് കോൾഡ് 24 hour സിസ്റ്റം. അപ്പോൾ ഒരു പ്രോജക്റ്റിന് ഒരു ഫൈനൽ ഗോൾ ഉള്ളതുപോലെ തന്നെ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ദിവസവും ഒരു ഗോളാക്കി നമ്മൾ മാറ്റും. അവിടെയാണ് അത് ചെയ്യാൻ അറിയാത്തവരാണ് നല്ല ലീഡേഴ്സ് ആവാൻ പറ്റാത്തത്. നല്ലൊരു ലീഡറാണെങ്കിൽ ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ കീഴിലുള്ളവരുടെയും എത്ര അസൈൻമെൻ്റ് ഉണ്ടെങ്കിലും അതിനെ ഡിവൈഡ് ചെയ്ത് ഇന്ന് വൈകിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് തീർത്തിരിക്കുക എന്നുള്ള ഒരു തീരുമാനം എടുക്കണം. അതില്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രോബ്ലം എടുത്തുള്ളൂ, ഏത് സ്ഥാപനത്തിൽ നിങ്ങളിപ്പം ഫേസ് ചെയ്യുന്ന കറൻറ്റ് പ്രോബ്ലംസ് എടുത്തു കഴിഞ്ഞാലും റൂട്ട് കോസ് ഈസ് വെരി സിമ്പിൾ. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു പ്രോജക്റ്റ് തരികയാണെങ്കിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഓക്കെ ഇത്രാം തീയതി ഞാൻ ക്ലയൻറ്റാണ്, ഐ നീഡ് ദിസ് പ്രോഡക്റ്റ് ഇത്രാം തീയതി ഇത്ര ബജറ്റിൽ തീർക്കുന്നത്, ഇതാണ് നിങ്ങളുടെ പർച്ചേസ് ഓർഡർ. അത് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം നിങ്ങൾ അത് തീർത്ത് തരുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അത് തീർത്ത് തരണമെങ്കിൽ ഇപ്പം റോമ സാമ്രാജ്യത്തിലെ അവരുടെ കോട്ട പണിയണമെങ്കിൽ ഒരു കല്ലിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലും ആ പണിയുന്ന പീരീഡിൽ ഓരോ ദിവസവും തീർക്കേണ്ട കല്ലുകൾ തീർത്ത് പോയാലേ പറ്റത്തുള്ളൂ. ശരിയല്ലേ? അപ്പം അവിടെയാണ് പരാജയപ്പെടാതിരിക്കാനുള്ള നിങ്ങൾ സ്വയം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റണം, ആം ഐ എ ഫെയില്യുവർ ആം ഐ സക്സസ്ഫുൾ എന്ന് തോന്നണമെങ്കിൽ ഓരോ ദിവസം എടുത്തു കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് പോയി കഴിഞ്ഞാൽ നോ സ്ട്രെസ് നത്തിങ്, നാളെ വരുന്നു തുടങ്ങുന്നു. അതുകൊണ്ട് പ്ലാനിങ്. സർ, എന്തുകൊണ്ടാണ് ഈ ഒരു ട്രെയിനിങ് പ്രോസസ്സിന് കമാൻഡോ എന്നുള്ളൊരു ടൈറ്റിൽ സർ ചൂസ് ചെയ്തത്? അല്ല, ഇതിൽ നല്ല ഒരു പേര് ഉണ്ടോ? അതായത് നമ്മളെ ദിസ് ഈസ് സംതിങ് സ്റ്റാർട്ടിങ് ഫ്രം ഇന്ത്യയിൽ സത്യം പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ഒരു ഗവൺമെൻറ് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഇൻഎഫിഷ്യൻസി നമ്മളുടെ ഡെയിലി ലൈഫിൽ വി ആർ ഫേസിങ് പ്രോബ്ലം. ഏത് ഗവൺമെൻറ് ഓഫീസിൽ കാര്യം നടക്കണമെങ്കിലും സമയത്തിന് നടക്കത്തില്ല, കൈക്കൂലി, അഴിമതി എല്ലാം ഉണ്ട്. അതേ ഒരു സ്ഥലത്ത് ഇന്ന് വരെ ഏതെങ്കിലും കമാൻഡോ കൈക്കൂലി വാങ്ങിയതാണ് കേട്ടോ, നമ്മുടെ ഏതെങ്കിലും ഒരു കമാൻഡോ ഓപ്പറേഷൻ ഫെയിലായതായിട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കമാൻഡോസ് പോലും നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിനകത്ത് ഇന്നും നമുക്ക് അഭിമാനിക്കാത്തോടെ പറയാവുന്നത് ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റം ഈസ് വെരി സ്ട്രോങ്. അതിൽ പോലും ഡിഫൻസ് പീപ്പിൾ പോലും അഡ്മയർ ചെയ്തതാണ് നമ്മളുടെ കമാൻഡോ വിങ്ങിനെ. ആ കമാൻഡോ വിങ്ങിൽ എല്ലാ പട്ടാളക്കാർക്കും കയറി കമാൻഡോ ആവാൻ പറ്റത്തില്ല, അതൊരു ഫിൽറ്റേർഡ് കമ്മ്യൂണിറ്റി, അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫൻസിനകത്ത് നമ്മളുടെ ശക്തിയായി കരുതുന്ന ഏത് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിൽ വിജയിച്ചു കൊണ്ടുവരുന്ന കമാൻഡോസ് ആണ് ഇൻഡസ്ട്രിക്കും വേണ്ടത്. സോ നമുക്ക് വി കനോട്ട് മേക്ക് എവ്രി വൺ എ കമാൻഡോ ഇൻ ഇൻഡസ്ട്രി, ബട്ട് വി നീഡ് കമാൻഡോസ് ആൻഡ് ദാറ്റ് കമാൻഡോസ് വിൽ ഡിസൈഡ് ദ ഫേറ്റ് ഓഫ് മെനി കമ്പനീസ് ഇൻ ഫ്യൂച്ചർ. അതുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ പരീക്ഷണശാലയാണ് എരിസ്. സർ, നമ്മുടെ കമാൻഡോ ട്രെയിനിങ്ങിൽ ആദ്യത്തെ 2 months ലക്ഷ്മി മാം ഞങ്ങളുടെയൊക്കെ സ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷവും ഇപ്പോൾ ആ നമ്മളിൽ ഡിസൈനിങ് നന്നായി ചെയ്യുന്നവരുണ്ടായിരുന്നു, മാർക്കറ്റിങ്ങും. പക്ഷേ ആ സ്കില്ലിൽ എക്സ്പെർട്ടൈസ് ആവാണ്ട് പലതരം, ഇപ്പോൾ ഒരാൾ ഡിസൈനിങ് അല്ലെങ്കിൽ അയാൾക്ക് ഡിസൈനിങ് പ്രോജക്റ്റ് കൊടുക്കില്ല, ബാക്കിയുള്ള എല്ലാ സ്കില്ലും ഒരുപോലെ ഡെവലപ്പ് ചെയ്യാനാണ് നോക്കിയിരുന്നത് മാം. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? കമാൻഡോസ് ഹാസ് നോ ചോയ്സ്. കമാൻഡോസ് ബേസിക്കലി എന്താണ്, ഒരു കമാൻഡോയ്ക്കും പറയാൻ പറ്റത്തില്ല ഞാനിങ്ങനെ മലയിലുള്ള പ്രോജക്റ്റ് മാത്രമേ ചെയ്യത്തുള്ളൂ, എനിക്ക് മൗണ്ടനിയറിങ് അറിയാം. അത് കമാൻഡോസിന് ഒരു കോൾ വരികയാണ്, ഒരു എമർജൻസിക്ക് വരികയാണ്, നിങ്ങളെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഏത് പ്രോജക്റ്റും ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇതിപ്പോൾ നിങ്ങൾ ലൈഫ് ലോങ് കമാൻഡോസ് ആയിട്ടല്ല പോകാൻ പോകുന്നത്. ഇതൊരു കമാൻഡോസ് ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈസ് ഗുഡ് ഫോർ സംതിങ്. നിങ്ങളുടെ ടാലൻറ്റിനും പാഷനും അനുസരിച്ചിട്ടുള്ള കരിയർ ഡിസൈൻ അപ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആവത്തുള്ളൂ. നമ്മളുടെ എല്ലാ ലൈഫിലെ ഏറ്റവും വലിയ പരാജയമാണ് വി ഓൾ ഫെയിൽഡ്, ഇൻക്ലൂഡിങ് മീ ഓൾസോ, വി ഓൾ ഫെയിൽഡ് ഡ്യൂറിങ് അവർ അക്കാഡമിക്സ് കരിയർ ഡിസൈൻ. നമ്മൾ എന്തൊക്കെയോ പഠിച്ചു, എന്തൊക്കെയോ ആയി പോയതാണ്. അതുകൊണ്ടാണ് നമുക്ക് സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെ പഠിച്ചിട്ട് മറ്റു തീറ്റ അന്വേഷിച്ച് പോകേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് വേണ്ട എന്താണ്, ഇനിയെങ്കിലും തുടങ്ങാം. നമ്മളൊരു കറക്റ്റ് കരിയർ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഒരു 5 years എടുക്കും. നമ്മൾ കറക്റ്റ് എവിടെയാണ് നമ്മുടെ ടാലൻറ്റ് പാഷൻ അനുസരിച്ച് പോകേണ്ടത്. അപ്പോൾ അതിലേക്കുള്ള ഒരു കരിയർ ഡിസൈൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളിപ്പം ചെയ്യുന്ന, നിങ്ങൾക്കിപ്പം തരുന്ന പ്രോജക്ട്സൊക്കെ എന്ന് വെച്ചാൽ ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 2 മാസം 3 മാസം കൊണ്ട് തീരുന്ന പ്രോജക്ട്സാണ് എടുത്ത് തരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെയാണെങ്കിൽ നാളെ വേറെ സ്ഥലത്തായിരിക്കും, വേറെ ഡെസ്റ്റിനേഷൻ ആയിരിക്കും, വേറെ ടൈപ്പ് ആയിരിക്കും. പക്ഷേ ഈ 5 വർഷം ഡിഫറെൻറ്റ് പ്രോജക്ട്സ് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോയിട്ട് ഒരു ലൈക്ക് എ കമാൻഡോ വെൻ യു എക്സിക്യൂട്ട്
come back, you will understand that this is the place where I am good. Because by that time you are independent. ഏത് പ്രോജക്റ്റും ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ റെഡി ആയി കഴിയും. അപ്പോൾ അതിനകത്ത് ഏത് ഫീൽഡാണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ആഫ്റ്റർ 5 years to be an entrepreneur, maybe independent entrepreneurs or associate entrepreneur. ഇൻ ഏരിയസിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഡിവിഷൻ തുടങ്ങാം. ഒരു പുതിയ കൺസെപ്റ്റ് നിങ്ങളുടെ ടാലൻറ്റിനും പാഷൻ അനുസരിച്ചുള്ള ഒരു ഡിവിഷൻ, ഒരു പ്രോജക്റ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ വി ഇൻവെസ്റ്റ്. സോ യു ആർ ഹെഡിങ് ദാറ്റ് പ്രോജക്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ പോകണം. പക്ഷേ ഈ അതുവരെ ഈ 5 വർഷത്തിനിടയിൽ നിങ്ങളുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു പ്രോജക്റ്റ് പോയി ഷോർട്ട് ടൈം ചെയ്യുന്നെങ്കിലും നിങ്ങളുടെ മുകളിൽ ബോസ് ഉണ്ടാവും. പുള്ളിയുടെ ഇൻസ്ട്രക്ഷൻ കിട്ടി ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് പോവുക, കം ബാക്ക് ടു ദി റിസൾട്ട്. അപ്പം ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ എ പെർഫെക്റ്റ് എംപ്ലോയി ഓർ സംതിങ്. യു ആർ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ക്യാമ്പസിൽ ചെയ്യേണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. ഇത് നൗ യു ആർ എ പെയ്ഡ് സ്റ്റുഡൻ്റ് എന്ന് മാത്രമേ കൂട്ടാവൂ. മനസ്സിലായില്ലേ? ഒരു 5 വർഷം എടുക്കണം. ഇപ്പം നിങ്ങളൊരു കമാൻഡോ ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങിയേക്കുന്നത് വേറെ ജൂനിയർ കമാൻഡോ, ഒരു സീനിയർ കമാൻഡോ ആയി മറ്റ് കമാൻഡോസിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യാവുന്ന രീതിയിലേക്ക് ആവണമെങ്കിൽ 5 വർഷം വേണം. അല്ലാതെ നോ വൺ ക്യാൻ ബിക്കം എ റിയൽ മാസ്റ്റർ ഇൻ എ സിംഗിൾ ഡേ. ഓക്കെ, അപ്പം മാക്സിമം പ്രോജക്ട്സ് സക്സസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക. ഡോണ്ട് തിങ്ക് ദാറ്റ് എവറി പ്രോജക്റ്റ് യു ഹാൻഡിൽ വിൽ ബി സക്സസ്ഫുൾ. ലോകത്തിലെ എല്ലാ കമാൻഡോസും സക്സസ് ആയിട്ടല്ല വന്നേക്കുന്നത്. മരണപ്പെടുന്നതും പരാജയപ്പെടുന്നതായിട്ട് ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. അത് ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ ജേർണി. പക്ഷേ ഒരു കമാൻഡോയുടെ മുന്നിൽ നോ എന്ന് പറയുന്നൊരു സാധനമില്ല. എനി പ്രോജക്റ്റ് യു ഷുഡ് ബി ഏബിൾ ടു ടേക്ക് അപ്പ്, എക്സിക്യൂട്ട് ഇറ്റ്. ഡോണ്ട് തിങ്ക് ദാറ്റ് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അതല്ല. എനിക്ക് കിട്ടി, എനിക്ക് അതാ പറഞ്ഞു. ഇന്ന് വൈകിട്ട് വീട്ടിൽ ചായ കുടിച്ചോണ്ടിട്ട് കമാൻഡോ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു കോൾ വരുന്നത്, വി ഹാവ് എ പ്രോബ്ലം സംതിങ്. അവിടെ ചെല്ലുമ്പോഴാണ് പുള്ളി അറിയുന്നത് എന്താണ്. ചിലപ്പോൾ അത് ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തായിരിക്കും, ചിലപ്പോൾ ഒരു ഫ്ലൈറ്റിനകത്തായിരിക്കും, ചിലപ്പം വെള്ളത്തിനടിയിലുള്ള പ്രോബ്ലം ആയിരിക്കും. അല്ലാതെ അവിടെ ചിലപ്പോൾ പറയത്തില്ല, ഇല്ല എനിക്ക് ഞാൻ വെള്ളത്തിനടിയിലുള്ള പ്രോജക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇഫ് ഇറ്റ് ഈസ് എ സബ്മറൈനകത്തുള്ള ഇഷ്യൂ ആണെങ്കിൽ യു നീഡ് ടു പ്ലാൻ അക്കോർഡിംഗ്ലി. അത്രേ ഉള്ളൂ. സാറ് പറഞ്ഞല്ലോ 5 വർഷമാണ് നമ്മുടെ ഒരു കരിയർ ഡിസൈനിലെ കാര്യം. അപ്പോൾ നമ്മൾ സാറിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മളൊരു 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 19 പേരടങ്ങുന്ന ബാച്ച് തന്നെ 10 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതായത് നമ്മുടെ ഏരീസ് ഫാമിലിയുടെ ഗ്രോത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കണം, എത്രത്തോളം ആയിരിക്കും? സാറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഒന്ന് ഷെയർ ചെയ്യാവും. അല്ല, ഞാൻ 19 പേര്, നിങ്ങൾ 19 ഡിവിഷൻസ് ഏരിയസിനകത്താണെങ്കിൽ 19 ഡിവിഷൻ മാനേജ് ചെയ്യണം. അല്ല എന്നെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ദിവസം വന്ന് പറയണം, സാർ ഐ ആം ഗോയിങ് ഔട്ട്, താങ്ക് യു ഫോർ ദ ട്രെയിനിങ്, ഐ ഹാവ് ഐഡൻറ്റിഫൈഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോയി ഒരു സാധനം ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചു. വെൽ ആൻഡ് ഗുഡ്, ഐ എം മോർ ദാൻ ഹാപ്പി. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തിലെത്തിയാൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷേ നിങ്ങൾക്ക് വിൽ ഗെറ്റ് ദാറ്റ് കോൺഫിഡൻസ്. അതാ പറഞ്ഞേ, നിങ്ങളൊരു 5 പ്രോജക്റ്റ് ചെയ്ത് കഴിയുമ്പം ദ മൊമെൻറ്റ് യു ഐഡൻറ്റിഫൈ ദാറ്റ് ഞാൻ ഹാൻഡിൽ ചെയ്ത 5 എണ്ണത്തിന് അത് 3 എണ്ണം സക്സസ് ആണ്. ധൈര്യമായിട്ട് കൂടെ. കാര്യം സക്സസ് റേറ്റ് ഈസ് മോർ ദാൻ ഫെയിലിയർ, റൈറ്റ്? ഞാനും ഐ ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് ഓൾ ദ പ്രോജക്ട്സ് ഐ എം ഗിവിങ് യു വിൽ ബ്രിങ് 100% റിസൾട്ട്സ്. നിങ്ങൾ നോർമലി ഒരു ബിസിനസ്സിന് ഇറങ്ങുമ്പോൾ സ്റ്റാർട്ടപ്സ്, യു ടേക്ക് ദ സ്റ്റാർട്ടപ്പ് ഹിസ്റ്ററി അനാലിസിസ് നടത്തിയാൽ മോർ ദാൻ 90% ഫെയിലിയറാണ് സ്റ്റാർട്ടപ്സ് എല്ലാം. അവിടെ നമ്മളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫെയിലിയേഴ്സ് 10% ആണ്. ഏരീസിൽ ഒരിക്കലും 100% നമ്മൾ ചെയ്ത എല്ലാ പ്രോജക്ട്സും വിജയമല്ല. 10% ഫെയിലിയേഴ്സ് ഉണ്ട്, പല റീസൺസ് ഉണ്ട്. അപ്പം നമ്മുടെ ഒരു ലക്ഷ്യം നിങ്ങൾ അതും യങ്സ്റ്റേഴ്സാണ്. ഈ നമ്മുടെ എല്ലാ മറ്റു വെഞ്ചേഴ്സും ചില സീനിയേഴ്സ് ചെയ്തേക്കുന്നതാണ്. അവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് സ്റ്റാർട്ടപ്സുമായിട്ട്. 90% ഫെയിലിയർ ഉള്ളിടത്ത് നിങ്ങളുടെ സക്സസ് റേറ്റ് 51% ആണെങ്കിൽ യു ആർ റിയലി സക്സസ്ഫുൾ. അപ്പോൾ അതിന് വേണ്ട അത് നിങ്ങൾ എത്ര പ്രോജക്ട്സ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും. അപ്പം നിങ്ങൾ ഐ നീഡ് മോർ ആൻഡ് മോർ പ്രോജക്ട്സ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അല്ലാതെ ഒന്നിനകത്ത് കെട്ടിത്തൂങ്ങിയിരിക്കുക എന്നുള്ളതല്ല. എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ യുണീക്ക്. ഇപ്പം നിങ്ങൾ 2-3 പേര് ചേർന്നൊരു വലിയ പ്രോജക്റ്റിനകത്ത് കയറിയിട്ടുണ്ടെന്നിരിക്കട്ടെ, അതിൽ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു സ്ലോട്ട് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ, അല്ലാതെ 2 പേര് ചേർന്നിട്ട് ഒരു സാധനം വലിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കമാൻഡോ ആവത്തില്ല. മനസ്സിലായില്ല? അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ലോട്ട് കണ്ടെത്തണം. അവിടെ നിങ്ങൾക്ക് മാത്രമേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകാൻ പറ്റൂ. അല്ലാതെ എപ്പോഴും 2 പേര്, ഓക്കെ ചില സമയത്ത് നിങ്ങൾക്ക് 2 പേര് ഒരുമിച്ച് പോക്കേണ്ടി വരും. പക്ഷേ കമാൻഡോയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതല്ല. കമാൻഡോ അതിനകത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇൻഡിവോ TV എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ചെയ്തിരുന്നു. അതൊരു വിശാലമായ ക്യാൻവാസ്, അതിനകത്ത് ഒരുപാട് ഇൻഡിപെൻഡൻസ് സാധനമുണ്ട്. സോ യു ടേക്ക് അപ്പ് ഏതെങ്കിലും റെസ്പോൺസിബിലിറ്റി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കണം. അല്ലാതെ സൈഡ് പിടിച്ച് വേറെ കൂടെ നിന്ന്
അയാൾ ചെയ്തതിൻ്റെ 50 അത് വേണ്ട, ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഞങ്ങളുടെ ബാച്ച് വരുന്നതിനേക്കാൾ മുമ്പും പല കമാൻഡോസും വന്നിട്ടുണ്ട് ഇൻഡിവിജ്വലായിട്ടും. അപ്പോൾ ഇപ്പോൾ സാറ് നമ്മൾ തുടക്കത്തിൽ തന്നെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ബെസ്റ്റ് കമാൻഡോസ് വരുന്ന എപ്പോഴും ഇപ്പോൾ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഡിവിജ്വൽ പ്രോജക്ട്സ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആൾക്കാർ, അതിപ്പോൾ സ്കൂൾ ലെവലായാലും കോളേജ് ലെവലായാലും അവരായിരിക്കും ഏറ്റവും കൂടുതൽ എന്താ പറയുക പെട്ടെന്ന് കമാൻഡോസായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീമോ അല്ലെങ്കിൽ ജനറലായിട്ട് സാറ് കണ്ടിട്ടുള്ള കമാൻഡോസിനെ എടുത്ത് നോക്കുമ്പോൾ ഈ ക്രിക്കറ്റ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ ക്രിക്കറ്റ് ടീമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ ഇവൻ്റ് മാനേജ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരും അങ്ങനെ അല്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ട്രെയിനിങ് വേണ്ടി വന്നത്, അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ ട്രെയിനിങ് ആവശ്യം വന്നോ അല്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആൾക്കാർക്ക്? അല്ല, ഇൻഡിപെൻഡൻ്റ് ഇപ്പം ഒരു ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസിനെ ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യാനുള്ള കാര്യം അവർ അറിയാതെ പലപ്പോഴും നമ്മൾ 2 രീതിയിൽ ട്രെയിനിങ് ഉണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയിട്ട് ജോയിൻ ചെയ്തിട്ട് ട്രെയിനിങ് നമ്മൾ അറിയാതെ ട്രെയിൻഡ് ആവും. അതിനകത്തുള്ള ഏറ്റവും ബെസ്റ്റ് തന്നെ, അതായത് ഒരു ഗെയിമിലൂടെ നമ്മൾ ട്രെയിൻഡായി പോകുന്ന ഒരു കാര്യമാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. കാര്യം നിങ്ങൾക്കൊരു ക്രിക്കറ്റ് ഇന്ന് കളിക്കാൻ തുടങ്ങുക, നിങ്ങളെ ആദ്യം പിടിച്ച് ക്യാപ്റ്റൻ ആക്കില്ലല്ലോ. നിങ്ങൾ ഒരു 11 പേരുള്ള ഒരു ടീമിൽ ഏറ്റവും മികച്ച രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണല്ലോ 10 പേര് നിങ്ങളെ അംഗീകരിച്ചിട്ട് നിങ്ങൾ ക്യാപ്റ്റൻ ആവുന്നത്. ആ ഒരു പൊസിഷനിലേക്ക് വരണമെങ്കിൽ നിങ്ങളൊരു 4-5 വർഷം നല്ലൊരു ക്യാമ്പസിൽ നിന്ന് വരുന്നെങ്കിൽ ഒരു 4-5 വർഷം ക്രിക്കറ്റ് കളിക്കുമ്പോൾ മാത്രമേ ഇതിനകത്ത് ആ ക്യാപ്റ്റന് വേണ്ട കുറേ എലിമെൻറ്റ്സ് ഉണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് ഇവരെ എല്ലാം ലീഡ് ചെയ്തുകൊണ്ട് ഒരു എത്ര കളി കളിക്കേണ്ടി വരും, ഒരു മിനിമം 100 ഗെയിംസ് നിങ്ങൾ കളിക്കും. ഈ 100 ഗെയിംസ് കളിക്കുന്നതിനകത്ത് നിങ്ങൾ മോർ ദാൻ 50 ചിലപ്പോൾ ഫെയിൽ ആയതായിരിക്കും. ആ ഇന്നത്തെ കളി തോറ്റെന്ന് കരുതി നിങ്ങൾ ഉടനെ പോയി ആത്മഹത്യ ഇല്ലല്ലോ. ഇവിടെ പരീക്ഷ കഴിയുമ്പോഴത്തേക്ക് പരീക്ഷ തോറ്റേൻ്റെ പേരിൽ ഇപ്പോൾ ഈ ഫസ്റ്റ് റാങ്ക് കിട്ടിക്കൊണ്ടിരുന്ന ആൾ ഫസ്റ്റ് റാങ്ക് പോയതിൻ്റെ പേര് ആത്മഹത്യ ചെയ്തിട്ടില്ലേ? പക്ഷെ ഇന്ന് വരെ ക്രിക്കറ്റ് ടീമിൽ ഒരു കളി തോറ്റതിൻ്റെ പേരിൽ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ, അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഇന്ന് കഴിഞ്ഞാൽ നാളെ ഞാൻ വിജയിക്കും, മനസ്സിലായി? അതാണ് അതുപോലെ ഒരു ജെൻറ്റിൽമെൻസ് ഗെയിമാണ്. ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അടിപിടി കുത്ത് വെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോർമലി കാണാനില്ല. ഇറ്റ്സ് എ ജെൻറ്റിൽമെൻസ് ഗെയിമാണ് ആക്ച്വലി. സേഫ്റ്റി മെഷേഴ്സ് ഭയങ്കരമായിട്ട് നോക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് സേഫ്റ്റി ഗിയേഴ്സ് എല്ലാം ആയിട്ടാണ് വെക്കുന്നത്. നമുക്കൊരു മാക്സിമം അവോയ്ഡ് ചെയ്യാവുന്ന പരിക്കുകൾ മൊത്തം മാറ്റും. അത് ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ്. ഇൻഡസ്ട്രിയിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു സേഫ്റ്റി എല്ലാ മെഷേഴ്സും എടുത്തു കഴിഞ്ഞാൽ അപകടം കുറയ്ക്കാം. സേഫ്റ്റി ബെൽറ്റ് ഇടണം, ഹെൽമെറ്റ് വെക്കണം, സേഫ്റ്റി ഷൂസ് ഇടണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ക്രിക്കറ്റിനകത്തുണ്ട്. ISO സിസ്റ്റത്തിൽ നമുക്കെല്ലാം ലോഗ് ചെയ്ത് പോകണം. അത് നമ്മളറിയാതെ ക്രിക്കറ്റിനകത്ത് ഓരോ ബോളും വെച്ചിട്ട് നമുക്ക് ലോഗ് ചെയ്യാം. ആ ഫിഗേഴ്സ് വെച്ചിട്ട് നമുക്കൊരു പ്ലെയറെ അനലൈസ് ചെയ്യാം. ഇതേപോലെയാണ് ഇൻഡസ്ട്രിക്കകത്തും നിങ്ങളുടെ ആ റെക്കോർഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ പെർഫോമൻസ് വെച്ചിട്ട് ഈസിയായി നിങ്ങളുടെ റെസ്യൂമേ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ക്രിക്കറ്റിനകത്ത് ഇവിടെ ഉള്ളത്. പിന്നെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ബോള് എറിയുന്നതിന് മുമ്പും പോയി ചാർജ് കൊടുക്കണം, എറിഞ്ഞു കഴിഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. ഇത് പലപ്പോഴും ഇപ്പം ഫുട്ബോൾ കളിക്കുകയാണ്. ഫുട്ബോളിനകത്ത് പലപ്പോഴും അപ്രീസിയേഷനുള്ള ഗ്രൗണ്ട് വെച്ചാൽ ഒരു ഗോൾ അടിക്കുന്ന സമയത്തായിരിക്കും എല്ലാവരുടെ സെലിബ്രേഷൻ. ക്രിക്കറ്റിനകത്ത് അങ്ങനെയല്ല. ക്രിക്കറ്റിനകത്ത് നല്ലൊരു ഫീൽഡിങ് നടത്തുമ്പോൾ ഒരു അപ്രീസിയേഷൻ ഉണ്ട്. എന്താണ് ഒരു വിക്കറ്റ് എടുക്കുമ്പം ഒരു റൺ എടുക്കുമ്പോൾ ഒരുപാട് മുഹൂർത്തങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതാണ് ഒരു ക്രിക്കറ്റിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ സ്ട്രാറ്റജി ഓരോന്നും ഒരു ടാർഗറ്റ് ചേസിങ് ഇൻഡസ്ട്രിയിൽ ടാർഗറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾക്ക് 21-22 വർക്കിംഗ് ഡേയ്സ് ചിലപ്പം കിട്ടും. ക്രിക്കറ്റിനകത്ത് ഇതുപോലെ 20 ഓവർ ഇപ്പോൾ 21 വർക്കിംഗ് ഡേയ്സ് കിട്ടാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ മെഡിക്കൽ ലീവ് കഴിഞ്ഞ് 20 വർക്കിംഗ് ഡേ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ 20 വർക്കിംഗ് ഡേയിൽ കൊണ്ട് ഒരു 5 ഡേ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ഈ 20 വർക്കിംഗ് ഡേ കൊണ്ട് നിങ്ങൾക്കറിയാം മന്ത്ലി നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ട്. 1 ഡേ ക്രിക്കറ്റ് അല്ല ഈ 20 ഓവർ മാച്ചിനകത്ത് അങ്ങനെയല്ലേ, 20 ഓവറിൽ ഇത്ര റൺ എടുക്കണം. അതിനെ ചേസ് ചെയ്ത് പോവുകയാണ് അപ്പം അതിനെ ഓരോ ബൗളർക്ക് അനുസരിച്ചിട്ടുള്ള ബാറ്റ് ചെയ്യുമ്പോൾ സ്ട്രാറ്റജി ഉണ്ട്. ആര് ബാറ്റ് ചെയ്യണം, എങ്ങനെ കളിക്കണം, എങ്ങനെ ഫീൽഡ് ചെയ്യിക്കണം, ഇതൊക്കെ ക്രിക്കറ്റിനകത്തുള്ള പോലെ ഇൻഡസ്ട്രിക്കകത്ത് ഓരോ പ്രോജക്റ്റിനും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ക്രിക്കറ്റ് ഇതുമായി വളരെ അടുത്ത് നിൽക്കുന്നത്. നമ്മൾ ക്രിക്കറ്റിനെ ഒഫീഷ്യൽ ഗെയിമായിട്ട് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കമാൻഡോ ബാച്ചിലേക്ക് ഞങ്ങൾ കാര്യം നമ്മുടെ തലവേദന വളരെ കുറവ്. അവരറിഞ്ഞിട്ടില്ല, അവരറിഞ്ഞുകൊണ്ട് പോയിട്ട് ഇത് പഠിച്ചതൊന്നുമല്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻസ് അറിയാതെ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ തലവേദന കുറവാണ്. പിന്നെ ക്രിക്കറ്റിംഗ് ക്യാപ്റ്റനെ ഒക്കെ നോക്കി അവർക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട്, മനസ്സിലായില്ലേ? അവരെപ്പോഴും ഫിസിക്കലി ദേ ആർ ഫിറ്റ്. രാവിലെ 5 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കാരും രാവിലെ 5 മണിക്ക് എണീറ്റ് വരത്തില്ല. പക്ഷേ ക്രിക്കറ്റിൻ്റെ ആൾക്കാർ രാവിലെ കുട്ടപ്പനാൻ റെഡി ആയിട്ട് ഗ്രൗണ്ടിൽ റെഡി ആയിരിക്കും, മനസ്സിലായില്ലേ?
പിന്നെ എല്ലാ ആ ഡ്രസ് കോഡ്സ് ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ, കിറ്റ് മെയിൻ്റെനൻസ്, അത് ക്യാപ്റ്റൻ ആണെങ്കിൽ മിക്കവാറും എല്ലാവരും ആ കിറ്റ് മൊത്തം മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ച് വെക്കുന്നത് മനസ്സിലായില്ലേ. അപ്പം അതിനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും എന്തൊക്കെ ഒന്നും. ഇപ്പം ഇൻഡസ്ട്രിയിൽ നമുക്ക് എല്ലാം ചെയ്യാൻ ചെക്ക് ലിസ്റ്റ് വേണം. അത് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഇതൊക്കെ ചെയ്യുന്ന ഒരാളെ അവസാനം ക്യാപ്റ്റൻ ആവത്തുള്ളൂ, മനസ്സിലായില്ലേ. അതുപോലെ തന്നെ കോളേജ് ചെയർമാൻസൊക്കെ ആണെങ്കിലും എത്രയും പേരെ മാനേജ് ചെയ്യുന്നു, പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഓരോ ദിവസവും ഓരോ ഇഷ്യൂസ് ക്യാമ്പസിലുണ്ടാകുന്ന അതിനെ ഹാൻഡിൽ ചെയ്യുന്നു. അപ്പം ഇത്തരം ലീഡർഷിപ്പ് സ്കില്ല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നല്ലൊരു ബേസിക്കലി വേണ്ടതൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. നല്ലൊരു ലീഡർക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവും. അതുകൊണ്ടാണ് മാക്സിമം കിട്ടുന്ന വെന്യൂവിലെല്ലാം കയറിയിട്ട്, ഇപ്പം ചിലർക്ക് ഉള്ളിൽ കിടപ്പുണ്ട് പക്ഷേ അതങ്ങോട്ട് പുറത്ത് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പം ക്രിക്കറ്റിനത് ശ്രദ്ധിച്ചിട്ടില്ല, മിക്കവാറും എല്ലാ ക്യാപ്റ്റൻസിനും എല്ലാ ദിവസവും കളി കഴിയുമ്പോൾ ഒന്ന് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഉള്ളൊരു ചാൻസ് ഉണ്ടാവും. വന്ന് ദേ വിൽ ടോക്ക് സംതിങ്. അതൊരു പബ്ലിക് സ്പീക്കിംഗ് എബിലിറ്റി കൂട്ടുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കിട്ടുന്ന സ്ഥലത്തെല്ലാം കയറി സംസാരിക്കുക. ഒരു 2 മിനിറ്റ് സംസാരിച്ചാൽ സ്റ്റേജ് ഫിയർ മാറി അങ്ങനെ പോകും. അപ്പം എനിക്കൊക്കെ ചെറുപ്പത്തിൽ സ്റ്റാമറിങ് ഭയങ്കരമായിരുന്നു. എനിക്ക് സംസാരത്തിന് വലിയ പ്രോബ്ലം ഉള്ളതായിരുന്നു. എനിക്കിപ്പോഴും ടങ് ടൈയുടെ ഇഷ്യൂ ഉണ്ട്. എനിക്ക് എല്ലാ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാവുന്ന കുറേ വേർഡ്സ് ഉണ്ട്, അത് വെച്ചിട്ടുള്ള കളിയാണ് ഞാൻ കളിക്കുന്നത്. അല്ലാതെ നിങ്ങൾ സംസാരിക്കുന്ന എല്ലാ വേർഡ്സും എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് പക്ഷേ ഇങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്. അപ്പം നമുക്ക് പറ്റാത്ത സാധനം നമ്മളങ്ങ് വിടും. നമ്മുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അക്കാഡമിക്സ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആണ് എഡ്യൂക്കേഷൻ സെക്ടറൊക്കെ. അപ്പോൾ ഒരു സാറിൻ്റെ ഒരു വിഷനിൽ എഡ്യൂക്കേഷൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? അപ്പോൾ എന്ത് മാറ്റാണ് സാർ എഡ്യൂക്കേഷൻ ഫീൽഡിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ആദ്യം എഡ്യൂക്കേഷൻ രംഗത്തുള്ളവർ തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം പോകുന്ന പോലെയാണ് പോകുന്നതെങ്കിൽ ഏതാനും അധികം ദൂരമില്ല, കാലമില്ല, കുട്ടികൾ സ്കൂളിൽ വരാതാവും. കാര്യം ഇന്ന് അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലെ AI പ്ലാറ്റ്ഫോംസിന് നിങ്ങളുടെ ഇന്നുള്ള ഏറ്റവും ബെസ്റ്റ് ടീച്ചറിനേക്കാളും നന്നായിട്ട് അവരുടെ സംശയങ്ങൾ തീർക്കാനും അവരെ ഗൈഡ് ചെയ്യാനും എല്ലാം പറ്റും. അങ്ങനെ ഒരു ടൂൾ കയ്യിലിരിക്കുമ്പോൾ, എസ്പെഷ്യലി എ സ്റ്റുഡൻറ്റ് എക്വിപ്ഡ് വിത്ത് എ മെറ്റാ ക്ലാസ്, വൈ എൻ്റെ ക്വസ്റ്റ്യനാണ്, വൈ ദ പേഴ്സൺ ഷുഡ് ഗോ ടു എ സ്കൂൾ? ഹി ക്യാൻ ഇമേഴ്സ് ടു ദ ക്ലാസ് ഇൻ ദ മെറ്റാ വെച്ചിട്ട്, അല്ലേ, മെറ്റാ ക്ലാസ് വെച്ചിട്ട്. അപ്പോൾ അവിടെ ടീച്ചേഴ്സ് മാറേണ്ടിയിരിക്കുന്നു, സിസ്റ്റം മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ പിന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇൻഡസ്ട്രി ആണെന്നുള്ള തിരിച്ചറിവില്ലാത്തടത്തോളം കാലം ഈ സിസ്റ്റം അധികം കാലം ഓടില്ല എന്നുള്ള ഉറപ്പാണ്. കാര്യം ഇൻഡസ്ട്രി ആസച്ച് ഇസ് ചേഞ്ചിങ് ടു AI വേൾഡ്. അപ്പോൾ അവിടെ അതിനനുസരിച്ചിട്ട് നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളവർ നമ്മൾ വേറെ വഴിക്ക് ട്രെയിൻ ചെയ്യുന്ന പോലെ അത് മാറ്റാൻ വേണ്ടി ഇൻഡസ്ട്രി അവരിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. നമ്മളിപ്പം അട്ടപ്പാടിയിലുള്ള സ്കൂളിൽ നിന്ന് തുടങ്ങി ഇന്ന് പല സ്കൂൾസ് അത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അട്ടപ്പാടിയിലെ സ്കൂളിൽ നമ്മളൊരു 5 വർഷത്തെ പ്രോജക്റ്റായിട്ട് എടുക്കുകയാണ്. 5 വർഷം കൊണ്ട് ആ സ്കൂളിനെ ഏറ്റവും മികച്ച രീതിയിൽ ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ് ആക്കി മാറ്റാൻ പറ്റിയാൽ എവ്രി വൺ വിൽ ഫോളോ ഇറ്റ്. എല്ലാവർക്കും അതിൻ്റെ കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ അതിൻ്റെ മുന്നിൽ നമുക്കിനി സമയമില്ല, പകുതിയോളം ദൂരം എത്തിക്കഴിഞ്ഞാൽ അടുത്ത 2.5 years വെരി ക്രിട്ടിക്കൽ. അത് തീർത്ത് 5 വർഷം കൊണ്ട് നമ്മൾ ഇട്ടേക്കുന്ന ഒരു 25 ടാർഗറ്റ്സ് ഉണ്ട്. ആ 25 ടാർഗറ്റ്സും അച്ചീവ് ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എവ്രി വൺ വിൽ ഫോളോ. മറ്റു മാർഗ്ഗമൊന്നുമില്ല. ഒരു 50,000 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ്. ആ ഇൻഡസ്ട്രിയിൽ ആവശ്യമുള്ളത് അവർ പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ കൊച്ചു കുട്ടികളുണ്ട്. അപ്പോൾ അവർ നാളെ ക്ലാസ്സിൽ ചെന്ന് ചോദിക്കും, ടീച്ചറെ ഞാനിപ്പോൾ വക്കീലാവാൻ പോവാണ്, ഞാൻ ഈ സയൻ തീറ്റ എല്ലാം കൂടെ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ടീച്ചർ കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ സിലബസ് ഉണ്ടാക്കുന്നവരത് മാറ്റണം. ഇൻഡസ്ട്രി ഓരോ ദിവസം മാറുമ്പോൾ അതിനനുസരിച്ചിട്ട് അക്കാഡമിക്സ് മാറണം. ഇൻഡസ്ട്രിയിൽ എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ അക്കാഡമിക്സിൽ ക്ലാസ് എടുക്കുന്നവർ ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്ര പേര് അക്കാഡമിക്സിൽ പോയി വർക്ക് ചെയ്യണം. അപ്പം ഇത് തമ്മിലുള്ള ബ്രിഡ്ജ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോയില്ല, ഉറപ്പാണ്. എനിക്കൊരു കുട്ടി, എൻ്റെ ഇപ്പം 2 കുട്ടികളും പഠിത്തം കഴിഞ്ഞു, പക്ഷേ ഇനി എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് 2 മണി ആലോചിക്കും. കാര്യം ആ 50,000 മണിക്കൂർ ഐ ക്യാൻ മേക്ക് ദാറ്റ് സ്റ്റുഡൻറ്റ് 10 times ബെറ്റർ ഇൻ എ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്. കാര്യം ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. അപ്പം എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ സന്തോഷം. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ മീറ്റ് ചെയ്യാം, ഇതുപോലെ സംവേദിക്കാം. കൂടുതൽ ഇതുപോലുള്ള സെഷൻസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.